ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കസ്റ്റമർ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൈലൻസറിൽ നല്ല സ്മെല്ല് വരിക എന്നുള്ളതാണ് കംപ്ലയിൻറ്റ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്മെല്ല് വരാനായിട്ടുള്ളൊരു കാരണം ഈ ഒരു സായ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കാർബൺ ഡെപ്പോസിറ്റ് വന്ന് കിടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സ്മെല്ല് വരാനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ ഇത് അഴിച്ച് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആ ഒരു സായ സിസ്റ്റത്തിൻ്റെ ആ ഒരു കേസ് നമ്മൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു കാർബൺ ഡെപ്പോസിറ്റാണ് നമുക്ക് ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സ്മെല്ല് വരുന്നതിന് കാരണം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ഇതേ ഒരു സ്മെല്ല് തന്നെയാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലും വരുന്നത്. അപ്പോൾ ആൾക്കാർ ഈ ഒരു സ്മെല്ല് വരുന്ന കേട്ടിട്ട് വണ്ടി ഓയിൽ കത്തുന്നുണ്ട്, എൻജിൻ പണിയേണ്ടി വരും, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ തിരിച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമുക്ക് ക്ലിയർ ആവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഡയഫ്രോക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ഈ ഡയഫ്രോക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ ജസ്റ്റ് അഴിക്കുന്ന ടൈമിൽ ഈ ഒരു ഡയഫ്രോം ചെക്ക് ചെയ്ത് ഈ ഒരു കാർബൺ ഡെപ്പോസിറ്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെഡിലേക്ക് വരുന്ന ഈ ഒരു പൈപ്പും അതുപോലെ തന്നെ ഈ ഒരു ഓസും ക്ലീൻ ചെയ്യണം. ഇത് രണ്ടും ക്ലീൻ ചെയ്താൽ കൂടെ മാത്രമേ നമുക്ക് ആ ഒരു സ്മെല്ല് ക്ലിയർ ആയിട്ട് മാറാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും ചെറിയ സാധനത്തിനുള്ളിൽ കാണുന്ന കരിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ക്ലിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മെല്ല് ഒഴിവാക്കാനായിട്ട്. ഈ ഒരു പൈപ്പ് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടിയുടെ തന്നെ കേബിൾ, ഏതെങ്കിലും പഴയ കേബിൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലിട്ട് ക്ലീൻ ചെയ്താൽ മതിയാവും. ആ ഒരു കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയഫ്രം ചെക്ക് ചെയ്തിട്ടുണ്ട്, ഹോളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാകുന്ന കുഴപ്പങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഹെഡിലേക്കുള്ള പൈപ്പ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പാക്കിംഗ് ഇടാൻ മറക്കാതിരിക്കുക.
അപ്പോൾ ഇനി നേരെ വണ്ടിയിലേക്ക് അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആ ഒരു സ്മെല്ലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സൗണ്ട് സിസ്റ്റം ഫുള്ളായിട്ട് തിരിച്ച് സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ഇൻലെറ്റ് ഈ ഒരു ഓസ് എവിടെയും ഹോളോ കാര്യങ്ങളോ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു കേസ് നമ്മൾക്കൊരു 10-ൻ്റെ ടീ സ്പാനർ, അതുപോലെ 8-ൻ്റെ ടീ സ്പാനർ, ഒരു കട്ടിംഗ് പ്ലെയർ, അതുപോലെ തന്നെ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സ്മെല്ല് നിങ്ങളുടെ വണ്ടിയിലുണ്ടെങ്കിൽ ഈ ഒരു സൗണ്ട് സിസ്റ്റം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ റെഡിയാവുന്ന കേസേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. യൂസ്ഫുള്ളായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.